ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പനീർ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. പനീർ ദോശ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം പനീറിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാൻ ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലോ ബട്ടറോ ഉപയോഗിക്കാം. ഞാനിവിടെ ഓയിലോ ഉപയോഗിച്ചേക്കുന്നത്. ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ഫൈൻ ചോപ്പ് ചെയ്തതാണ് അത് ചേർക്കാം. എരിവിൻ്റെ പാകത്തിന് ഞാൻ ഒരു പച്ചമുളക് ചേർക്കുന്നത്. വെളുത്തുള്ളിയുടെ പച്ചമണം അത് നല്ലൊരു മണം വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ഫൈൻ ചോപ്പ് ചെയ്തതോടെ ചേർക്കാം. ഈ സവാള ഒന്ന് സോഫ്റ്റായി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മസാലകളൊക്കെ ഇടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഞാൻ ഉപയോഗിച്ചത് കാശ്മീരി മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു നുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. പച്ചമണം ഒന്ന് മാറണം. അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ഫൈൻ ചോപ്പ് ചെയ്തത് ഇതിനകത്തേക്ക് ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും. ഇനി ടൊമാറ്റോ എല്ലാം വെന്ത് നന്നായിട്ട് ഉടഞ്ഞു വരണം. ആ ഒരു പരുവം വരെ വഴറ്റിയെടുക്കണം. ഈ ഒരു സ്റ്റേജായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പനീർ ചേർക്കാം. 200 ഗ്രാം പനീർ ചെറുതായിട്ട് ക്യൂബ് ചെയ്തെടുത്തേക്കാണ്. ഇത് നമ്മൾ ഉടച്ചെടുക്കും, അതുകൊണ്ട് തന്നെ ചെറിയ പീസസ് ആക്കി എടുക്കാം. അതിനൊപ്പം ഒരു 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടെ ചേർക്കാം. സ്പൂണിൻ്റെ ബാക്ക് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുക. കുറച്ച് പീസുകളൊക്കെ ഉടഞ്ഞ് കിടക്കണം, കുറച്ച് പീസസ് ആയിട്ടും കിടക്കണം. ആ രീതിയിൽ ഈ അളവെന്ന് പറഞ്ഞാൽ ഒരു 4 ദോശ ഉണ്ടാക്കാൻ പറ്റിയ ഒരളവാണ്. പനീർ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ വെള്ളമയം മൊത്തം പോകണം. ആ രീതിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക, ഡ്രൈ ആയി കിട്ടണം. പനീർ ദോശ ഉണ്ടാക്കാനായിട്ടുള്ള പനീറിൻ്റെ ഫില്ലിംഗ് റെഡിയാണ്. ഇവിടെ ഉപ്പും എരിവും എല്ലാം പാകത്തിനാണ്. ഇതിനെ ഓഫ് ചെയ്യാം. മിക്സർ ഡ്രൈയും ആണ്, മാറ്റി വെക്കാം. ഇവിടെ ദോശമാവ് എടുത്തു വെച്ചിട്ടുണ്ട്. ദോശ ഇഡ്ഡലിയുടെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി ബാറ്റർ തന്നെയാണ് ദോശയ്ക്ക് ഉപയോഗിക്കുന്നത്. അതേ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഈ ഒരു അയവിൽ എടുത്തേക്കുന്നതാണ്. കുറച്ച് നെയ്യോ ബട്ടറോ എല്ലാം ഒഴിച്ചു കൊടുക്കാം. ക്രിസ്പ് ആവാനായിട്ടാണ്. ക്രിസ്പായി തുടങ്ങുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് പനീറിൻ്റെ ഫില്ലിംഗ് കൊടുക്കാം. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. കല്ല് ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ എപ്പോഴും കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുക, ചൂടൊന്ന് ബാലൻസ് ആവാനായിട്ട്. ഈ രീതിയിൽ എടുക്കുമ്പോൾ നല്ല ക്രിസ്പി ദോശയാണ്.
നല്ല ടേസ്റ്റി ഫില്ലിംഗ് കൊടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ പനീർ ദോശ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേറെ ഒരു അക്കമ്പനിമെൻറ്റിൻ്റെ ആവശ്യമില്ല. സാമ്പാറോ ചട്നിയോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ ദോശ കഴിക്കാൻ നല്ലതാണ്. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.